ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്നതുകൊണ്ട് ഒന്ന് വെറുതെ മഞ്ഞിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ, എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ആ സമയത്ത് എടുത്ത കുറച്ച് വീഡിയോകളാണിത്. ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് മഞ്ഞോടെ വീണിങ്ങനെ കിടക്കുക തന്നെയാണ്. അപ്പോൾ കുറേ പേര് വരുന്നുണ്ട് ഇങ്ങോട്ട് കളിക്കാനൊക്കെ. ഈ മഞ്ഞിൽ കൂടി നിരങ്ങുന്ന ഒരു സാധനമുണ്ട്, അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ആൾക്കാർ വരുന്നത്. ഞങ്ങളും വെറുതെ ഇങ്ങനെ സ്നോമാനെയൊക്കെ ഉണ്ടാക്കാം, കുറച്ച് നേരം മഞ്ഞിൽ പോയി കളിക്കാം. ചിലപ്പോൾ ഈ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ മഞ്ഞ് പെയ്യുന്നു, പക്ഷേ പെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കിടക്കും. പിന്നെ നല്ലൊരു മഴയും കുറച്ച് വെയിലൊക്കെ വരണം ഈ മഞ്ഞിന്ന് പോകണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ എപ്പോഴും -ডিഗ്രി കിടക്കുന്നതുകൊണ്ട് ഈ മഞ്ഞ് പെട്ടെന്നൊന്നും ഉരുകി തീരില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ആൽപ്സിൻ്റെ ചോടായതുകൊണ്ട് ഇങ്ങോട്ട് വെയിൽ വന്ന് അടിക്കുന്നതും കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഈ മഞ്ഞിങ്ങനെ കൂടുതൽ കാലം കിടക്കുന്നത്. ഇപ്പോൾ പെയ്ത് 1-2 ദിവസമൊക്കെ ആകുമ്പോഴേ നല്ല ഫ്രഷ് ആയിട്ട് കിടക്കും മഞ്ഞ്, നല്ല പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഞ്ഞ് നല്ല തണുത്ത് നല്ല കട്ടയായി പോകും, നമ്മൾ ഫ്രോസണൊക്കെ ആയിരിക്കുന്ന പോലെ. അത് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞിന് ആ ഒരു പിടിക്കുമ്പോഴൊക്കെ അത്ര സുഖത്തിൽ പിടിക്കാൻ പറ്റില്ല, പഞ്ഞിക്കെട്ട് പോലെ ഒന്നും അല്ല, നല്ല കട്ടിയായിരിക്കും. അതായത് നല്ല ഐസ് ക്യൂബ് പോലെ തന്നെ ഉണ്ടാവും, ഉറച്ചു പോയി കാണും ശരിക്കും. അപ്പോൾ തുടക്കത്തിൽ മാത്രമേ നല്ല വൃത്തിയും നന്നായിട്ട് രസത്തിലിരിക്കുന്നുള്ളൂ. ഞങ്ങളൊന്നും അത്ര വെൽ പ്രിപ്പയർഡ് ആയിട്ടില്ല ഇങ്ങോട്ട് കയറിപ്പോയത്. കാരണം നല്ല പ്രിപ്പയർഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ വേണം ഈ മഞ്ഞ് അകത്ത് കയറാണ്ടിരിക്കാൻ വേണ്ടി. ഈ കാലിൻ്റെ സോക്സിൻ്റെ ഇടയിലേക്ക് കയറി കഴിഞ്ഞാൽ മഞ്ഞ് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അത് വെള്ളമായി പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, നമ്മുടെ ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ചൂടുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് സോക്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ കാല് നല്ല തണുത്ത് മരച്ച് പോകും. അതുപോലെ ഉടുപ്പിൻ്റെ അകത്തൊക്കെ അത് നല്ല മഞ്ഞ് കയറാത്ത നമുക്ക് അതുപോലത്തെ ഉടുപ്പുകളുണ്ട്, പാൻറ്റും അതുപോലെ തന്നെ ഷർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് പോയാലേ ശരിക്കും നിൽക്കാൻ പറ്റുള്ളൂ നമുക്ക് അവിടെ തന്നെ. കാരണം നല്ല തണുപ്പായിരിക്കും, അത് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ശരിക്കും മരച്ച് പോകും കാലൊക്കെ. കാല് മാത്രമല്ല ഗ്ലൗസ് പിന്നെ ഒക്കെ കൊണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇല്ലെങ്കിൽ ശരിക്കും മരച്ച് പോകും കൈ. ആ അനുചേട്ടൻ അവിടെ കിടന്ന് ഇറങ്ങുക. അടുത്ത രക്ഷകൻ പോകുന്നുണ്ട്, എവിടെ വരെ പോവോ എന്തോ. രക്ഷകന്മാരൊക്കെ നിലത്ത് വീണ് കിടക്കുവാണല്ലോ. കുറച്ച് കൈ നേടുന്നുണ്ട്. ഈ പാൻറ് ഒക്കെ ആണല്ലോ, ഒന്നിലതിന് ബെൽറ്റ് വേണമായിരുന്നു. അല്ലെങ്കിൽ മാർക്കിന് 50% ഓഫർ ഉണ്ടായിരുന്നു. 50% ഓഫർ. കുഞ്ഞ് വേറൊരു കുഞ്ഞു തീരുമാനമുണ്ടായിരുന്നു. അധ്വാനിക്കാൻ പോയ തൊഴിലാളികള് പ്രിയന്നെ അവിടെ കാട്ടുന്നു. പോയി വന്നപ്പോ നിങ്ങൾ തീരുമാനം ചെയ്യിപ്പോ അറിയോ?
കട്ടായോ? ആക്ക് വെക്കാൻ പറ്റുന്നില്ലേ? ഒരു ഭാഗം കൊടുത്ത് ഇങ്ങനെ ഇങ്ങനൊരു ഭാഗം കാ കൊണ്ടുവരാ അതിന്റെ കാ റെഡി ആയിട്ടില്ലല്ലോ.